എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായ സ്നേഹം കൽബ് കൊടുക്കണ്ട, പാകത്തിന് മതി, പാകത്തിന് മതി. ദുന്യാവിന് അങ്ങനെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടെ നിന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും. നമുക്കൊരു യാത്ര നിർബന്ധമാണ്. ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയല്ലല്ലോ. ആഖിറത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റും. ഹജ്ജ് ഇവരൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് വെക്കാം, അല്ലേ? ഗൾഫൊക്കെ പോണ്ടേ ഒരുത്തൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ വേണം, കുഴപ്പമില്ല. മരണം അങ്ങനെയാണോ? പോയല്ലേ പറ്റൂ. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ്, അവൻ്റെ റസൂലിനാണ്. ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത്. ഭാര്യ കരഞ്ഞപ്പോൾ, നീ എന്തിനായി കരയുന്നത്? ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ, എൻ്റെ സ്നേഹനിധികളായ സ്വഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു. എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ്. ഞാൻ സന്തോഷത്തിലാണ്. പിന്നെ എന്തിനാ നീ കരയുന്നത്? ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ, ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട്, ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്, പിടുത്തം വിട്ട സ്നേഹമാണ്. എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും. ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ്, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ്. പരീക്ഷണങ്ങൾ വരും. എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പുണ്യ നബി ദുആ ചെയ്യുന്ന ദുആയാണിത്. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾക്ക് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്, അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ. തങ്ങൾ അങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ, തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വല്ലല്ലാഹു, നമുക്ക് വേണ്ടിയല്ലേ തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട്, നബിയേ ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അല്ലാഹുവിനോട് ദുആ ഇരക്ക് നബിയേ, അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഒരു സ്വഹാബി വന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, സഅലബ ഖലീലുൻ തഷ്കുറുഹു അലൈഹി ഖൈറും മിൻ കസീരിൻ ലാ തഷ്കുറു. കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ, അതാണ് ആ പൈസയ്ക്ക് നന്ദി ചെയ്യലാണ് നല്ലത്. കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും. കുറേ സമ്പത്തുണ്ട്, അതിനൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല. കുറച്ചേ ഉള്ളൂ, ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ ബിസ്മി അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ടി വരും. അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? അന്നൊരു ഉണക്കറൊട്ടിയും ഉപ്പിൻ്റെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ജൈത്തിൻ്റെ എണ്ണ ഉണ്ടാവും, ഒലീവിൻ്റെ ജൈത്തൂനിൻ്റെ എണ്ണ. കഴിഞ്ഞു. അന്നത്തെ വലിയ വിഭവം അതാണ്, പച്ചവെള്ളവും. ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത്. ഓരോ ഉരുളക്കും ഓരോന്നിനും വിസ്മി ചൊല്ലേണ്ടി വരും. ചൊല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ശുക്റായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാൻ. അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പടച്ചവനെ. അതുകൊണ്ട് സഅലബ, സമ്പത്ത് വേണോ? കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ. കുറേ അള്ളാഹ് തരുമ്പോഴേ പടച്ചവനെ വേണ്ടാന്ന് വരും, അള്ളാഹുവിനെ മറന്നുപോകും, ദീന് വേണ്ടാന്ന് തോന്നും, നിസ്കാരത്തിന് വരാതെയാകും, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും. വേണം നബി, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, സഅലബ വേണോ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റിത്തരാൻ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. നബിയെ, എനിക്ക് പൈസ വേണം. നബി തങ്ങൾ പറഞ്ഞു വീണ്ടും, സഅലബ, കുറച്ച് കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യലാണ്. ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലയോ സഅലബ. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നബിയെ, എനിക്ക് പൈസ വേണം. അല്ലാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ അർസുഖുഹു മാലാ,
പടച്ചവനെ താലബക്ക് പൈസ കൊടുക്കണമേ. മഹാന്മാർ പറയാം, ആടിൻകുട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാ. മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ സ്ഥലം മാറിപ്പോയി. അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ജുമുഅക്ക് മാത്രം വരുന്ന അവസ്ഥയായി. പിന്നെയും പെരുക. തങ്ങളുടെ ദുആയല്ലേ, അല്ലാഹുമ്മ ർസുഖ്ഹു മാല. മദീനയുടെ ഔട്ട്സ്കേർട്സിലാണ് അവർ താമസിക്കുന്നത്. മദീനയുടെ പുറം സബർബിൽ. അവിടെ മൃഗങ്ങൾ നിറയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജുമുഅക്ക് വരാൻ കഴിയാതായി വീട്ടിൽ നിന്നായി നിസ്കാരം. നോക്കണേ, അല്ലാഹുവിൻ്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും, മാ ഫഅല തഅലബ, തഅലബക്ക് എന്തു പറ്റി കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നബിയേ ശഗലതുഹു അംവാലുഹു, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ്, ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെയായിപ്പോയി. ഹബീബായ നബി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളയച്ചു. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും, ഈ തഅലബ തങ്ങളിൽ നിന്നും സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്തിന് വേണ്ടി ആൾ വന്നപ്പോൾ തഅലബ തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബനൂ സലമയിൽ ഒരാളെ കാണാനില്ലേ, അയാളെ കണ്ട് തിരിച്ചു വരിൻ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് എടുക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത്, അവരെ ശുദ്ധീകരിക്കാനാണത്. വസല്ലി അലൈഹിം, സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൻ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഖുർആൻ പറഞ്ഞു. തഅലബ തങ്ങൾ തിരിച്ചു വന്ന നബി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇത് ഇന്ന ഹാദിഹി ജിസിയ, ഇത് ടാക്സ് അല്ലേ, സക്കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ തഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിഷമിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, തഅലബക്ക് നഷ്ടമാണ്, തഅലബക്ക് നഷ്ടം സംഭവിച്ചു പോയല്ലോ. അവർ വന്നു പറഞ്ഞു, നബിയെ തഅലബ തരാൻ കൂട്ടാക്കിയില്ല, തങ്ങൾ വഫാത്തായി. പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം, നബിയെ ഞാൻ തരാം നബിയെ, എൻ്റെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ വിഷമിച്ചു എന്ന് ഇവർ അറിഞ്ഞു. പക്ഷേ എന്തോ തങ്ങൾ സ്വീകരിച്ചില്ല. സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു, സമ്പത്ത് വേണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിയതാണ്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു നബി തങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാ, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും. ഖൈറുൻ തഷ്കുറുഹു, കുറച്ചുണ്ട്, അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരുപാടുണ്ടായി ശുക്ർ ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, എത്രയോ നല്ലത്. ഉള്ളതിന് തൃപ്തി ചെയ്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൊണ്ടുകൊടുത്തു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പുന്നാര നബി സ്വീകരിക്കാത്തത് തഅലബ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലം വന്നു. ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബും സിദ്ദീഖായ അബൂബക്കർ എന്നവരും സ്വീകരിക്കാത്തത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദുന്യാവ് ലഭിച്ചു കഴിഞ്ഞതിൻ്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദാരുണമായൊരു അനുഭവമാണ്. ഈ സംഭവത്തിൻ്റെ സുഹത്തും ദുഅഫിലും അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന, അല്ലാഹുവേ അരിനി ദുന്യാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുന്യാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണിത്. സ്വാലിഹീങ്ങൾ ഇതിനെ കാണുന്നൊരു രീതിയുണ്ട്. എത്ര കാശുള്ള മുതലാളിമാർ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ട